ഹലോ ഗൈസ്, ഇന്ന് രാവിലെ ഞങ്ങൾ പറമ്പിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ചുണ്ടയ്ക്ക നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് പറിച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇങ്ങനെ ഇതാ കുറേ ഭാഗത്ത് പോയിട്ടൊക്കെ നിൽപ്പുണ്ട്. കുറച്ചൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അത് പറിച്ച് പിഞ്ച് പരുവത്തിലാട്ടോ പറിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് മുറ്റാൻ പാടില്ല. ഒരുപാട് മുറ്റാൻ അങ്ങനെ എന്ത് കറി വെച്ചാലും അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഇടത്തരം ഇടത്തരം സൈസ് അങ്ങനെ ഈ ഒരു ഇടത്തരം പരുവത്തിലൊക്കെ ഈ ഒരു പരുവത്തിലാണ് പറിക്കേണ്ടത് കേട്ടോ. അതാണ് ഈ ഒരു സൈസിലൊക്കെ ആകുമ്പോൾ നമുക്ക് പറിക്കാം. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു തോരൻ വെച്ചേക്കാമെന്നുള്ള ഐഡിയ ആയിരുന്നു കേട്ടോ. ഇതല്ലാതെ നമുക്ക് വിഴുക്കുരട്ടി വയ്ക്കാൻ നല്ലത്, അതുപോലെ തീയലൊക്കെ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ അരി കളയണമല്ലോ. അപ്പോൾ ഇങ്ങനെ അതെടുത്തിട്ട് ഒരു ഇതിലിട്ട് ഇങ്ങനെ ഇടിച്ചതിനെ ഇങ്ങനെ ചതച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടും. അപ്പം അതിൻ്റെ അകത്തുള്ള അരിയും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുമൊക്കെ നമുക്ക് എടുത്ത് സെപ്പറേറ്റ് കളയാൻ പറ്റും. അത് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അകവും പുറവും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് ഇതിങ്ങനെ ചതച്ചിട്ട് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് എന്ത് കറിയാണോ വയ്ക്കേണ്ടത് അതെല്ലാം വയ്ക്കാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ പുരയിടത്തിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് പോയി പെട്ടെന്ന് പറിച്ചെടുത്ത് ഒരു സെറ്റ്. കുറച്ച് പാടാണ്, ഇതെല്ലാം കുഞ്ഞാണല്ലോ. അപ്പോൾ ഇടിച്ചിടിച്ച് ഇതിൻ്റെ അരി കളയാനൊക്കെ കുറച്ച് സമയം എടുക്കും. ക്ഷമയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണല്ലോ, ഗുണമുള്ളതുമാണ്. താങ്ക് യു.